വാസ്തവത്തിൽ ഇതാണ് ദൈവരാജ്യത്തിന്റെ അവസ്ഥ. ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്, നമ്മൾ ദൈവഭവനത്തിലെ മക്കളാണ്. ആ മക്കളായതുകൊണ്ട് ദൈവത്തിന്റെ സമ്പത്തിന്റെയും സകലത്തിന്റെയും ഉടമകളാണ് നമ്മൾ. ദൈവത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ഭൗതികമായ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ല, അനന്തമായ ജീവനെ കുറിച്ചുള്ള ഒരു സമ്പത്താണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ്. നമ്മള് ഇപ്പൊ മരണ ശുശ്രൂഷ അല്ലെങ്കിൽ ശവസംസ്കാര ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വിത്ത് വയ്ക്കും. എല്ലാത്തിലും എഴുതി വെക്കണ RIP എന്ന് എഴുതി വെക്കില്ലേ? വാസ്തവത്തിൽ നമുക്ക് അവിടെ വലിയ റെസ്റ്റ് ഒന്നും അല്ല കിട്ടാൻ പോകുന്നു. അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിരുന്നു. സമാധാനമാണ്, പക്ഷേ there is no rest. ഇപ്പൊ കൊച്ചുദേശി അൽഫോൻസാമയൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കണം. അൽഫോൻസാമ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അതോ ഓടി നടന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? കൊച്ചു തെരേസ്യ, അൽഫോൻസാമ, മദർ തെരേസ്യ, ഫ്രാൻസിസ് അസീസി, ഇവരൊക്കെ ചുമ്മാ അവിടെ വിശ്രമിക്കുകയാണോ? കൊച്ചു തെരേസ്യക്ക് പണ്ടേ തന്നെ നല്ല ബോധ്യം ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞായിരുന്നപ്പോഴേ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോയി പിന്നെ ഒരു വിശ്രമമില്ലാണ്ട് ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ ഞാൻ ജോലി ചെയ്യും, ഇവരെ മുഴുവൻ രക്ഷിക്കാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു മണി ബാക്ക് പോളിസി വായിക്കുക. ഇൻഷുറൻസിന്റെ ഒരു പോളിസി ഇല്ലേ, മണി ബാക്ക് പോളിസി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് എടുത്തു, നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ പൈസ അടച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഏക ചിന്ത എന്താ? ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഇതിനകത്ത് മണി ബാക്ക് കിട്ടിക്കോ. അതാണ് മണി ബാക്ക് പോളിസി. എന്ന പോലെ നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന പ്രസാദവരം, നമ്മൾ സ്വീകരിക്കുന്ന ഈശോ, നമ്മൾ സ്വീകരിക്കുന്ന ഈ വചനം, നമ്മൾ സ്വീകരിക്കുന്ന ദൈവിക ജ്ഞാനം നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ് ഈ ആത്മാവ് പതിരല്ലാത്ത നല്ല വിത്തായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മരണശേഷം അത് ധാരാളം പരമ്പരപ്പെടുകയും. അപ്പൊ ഓരോ ക്രിസ്ത്യൻ, നമ്മളാവുന്ന ഓരോ ക്രിസ്ത്യാനിയും ഇവിടെ വെച്ച് ഉദ്ദേശിക്കേണ്ടത് മരണശേഷം ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വിത്താണ് നമ്മൾ. നമ്മളൊരു വിത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിത്ത് എപ്പോഴാ പുറപ്പെടുവിക്കണം? മണ്ണിൽ കുഴിച്ചിട്ട്. ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോ എൻ്റെ അപ്പൻ ഈ വീട്ടിലെ കാട്ടിൽ നമ്മള് പാവയ്ക്ക നടും, വെള്ളിരിക്ക നടും, വെണ്ടയ്ക്ക നടും, ഇതൊക്കെ നടുണ്ട്. അപ്പൊ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. കൂട്ടിക്കൊണ്ട് പോയിട്ട് പറയുന്നത്, ഈ വെണ്ടയ്ക്കായുടെ കൂടെ നമ്മളിപ്പോ നടുകയാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നമ്മളുടെ സ്റ്റോർ റൂമിൽ ഇരുന്ന സാധനമാണ്. ആ സ്റ്റോർ റൂമിൽ ഇരുന്ന ആ കുരു എടുത്ത് നമ്മൾ മണ്ണിൽ നട്ടു കഴിയുമ്പോഴേ ഉടനെ കർത്താവ് ഏറ്റെടുക്കണം. എന്നിട്ട് നമ്മൾ പറയാണ്, അപ്പം പറഞ്ഞ് നമുക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി പ്രാർത്ഥിക്കാം. കാരണം ഇപ്പോ സൃഷ്ടാവ് ഇതിനേറ്റെടുത്തുകൊണ്ട് 3 ദിവസം കഴിയുമ്പോൾ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റ പോലെ ഈ കുരു മുളച്ച് അതിൽ ഒരു മുള ഉണ്ടാവും. ഞാൻ വളരെ ആകാംക്ഷയോടെ പിറ്റേ ദിവസം അപ്പനെ കാണാൻ പോയെന്ന് മാറ്റി നോക്കിയിട്ടുണ്ട്, ഇത് മുളച്ചിട്ടുണ്ടോ. അപ്പം കണ്ടു, ഇതിൽ ഇപ്പൊ നോക്കരുത്, 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ താനെ കാണോ, നീ നോക്കണ്ട. 3 ദിവസം കഴിയുമ്പോൾ നീ വന്ന് നോക്കിക്കോ, അത് കൊണ്ടുപോകും. എന്തൊരു വലിയ എഡ്യൂക്കേഷൻ ആണല്ലേ. ആ കുരു നമ്മുടെ സ്റ്റോർ റൂമിൽ ഇരുന്നാൽ ഇത് നടക്കുമോ? നടക്കില്ല. അത് മണ്ണിൽ നട്ടാൽ ഉടനെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. എന്തൊരു പ്രതിഭാസമല്ലേ. അതാണ് നമ്മളിവിടെ കുർബാനയിൽ this is the work of the human hands and the work of God അല്ലേ. ഈ അപ്പം ഇത് ഗോതമ്പിന്റെ അപ്പമാണ്.
എന്താ ആ ഗോതമ്പപ്പത്തിന് സമർപ്പിക്കുന്നതിലൂടെ നമ്മൾ സമർപ്പിക്കുന്നത്? ഇത് മനുഷ്യന്റെ പ്രയത്നത്തിന്റെയും ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെയും ഫലമാണ്. മനുഷ്യന്റെ പ്രയത്നമാണ് ആ കണ്ടം മണ്ണ് ഉഴുത് അതിൽ ഈ വിത്ത് നട്ടുകഴിഞ്ഞത്. നട്ടു കഴിഞ്ഞാൽ പിന്നെ നട്ടവൻ ഉറങ്ങുന്നു, ഉണരുന്നു. അവൻ അത് എങ്ങനെ മുളയ്ക്കണമെന്ന് അറിയില്ല. ദൈവം പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനമാണ് അത് മുളകൊട്ടുക, വളർത്തുക എന്നുള്ളത്. എന്ന പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം. നമ്മുടെ ജീവിതം ഇവിടെ വെച്ച് ഒരു വിത്താകുന്നു, നല്ല വിത്താകുന്നു. എങ്ങനെ നല്ല വിത്താകണം? നമ്മൾ ദൈവികമായ അറിവ് കൊണ്ട് നിറയണം. ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ് നമ്മുടെ ആത്മാവിൽ വരുന്നത്. ജ്ഞാനം രണ്ടു തരമുണ്ട്. ഒന്ന് ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം. ഒന്നെല്ലാവരും കൈ നീട്ടി വലതുകരം നീട്ടിപ്പിടിക്കുക. ദിസ് ഈസ് ദ നോളജ് അബൌട്ട് ഗോഡ്. ഓക്കെ, അങ്ങനെ പിടിച്ചോ കേട്ടോ. നോളജ് അബൌട്ട് ക്രിയേറ്റർ. ഇനി ഇടതുകരം നോളജ് അബൌട്ട് ദ ക്രിയേഷൻ. ഇടതുകരം കേട്ടോ. അത് സയൻസ്, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബയോളജി, ട്രിഗ്നോമെട്രി, ആൾജിബ്ര, മാത്തമാറ്റിക്സ്. ഇതെല്ലാം എന്താണ്? ഇറ്റ്സ് എ നോളജ് അബൌട്ട് ക്രിയേഷൻ. ഇനി ഒന്ന് കൈകൾ കാണിച്ചിട്ടുണ്ടോ? നോളജ് അബൌട്ട് ക്രിയേഷൻ ആൻഡ് നോളജ് അബൌട്ട് ക്രിയേറ്റർ. എന്ത് വേണം നിങ്ങൾക്ക്? ഈ നോളജ് അബൌട്ട് ക്രിയേറ്റർ ആദ്യം കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ ക്രിയേഷനെ കുറിച്ചുള്ള നോളജ് ഉണ്ടോ ഇല്ലയോ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ള ഒരു തകരാറ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോഴേ തന്നെ നമ്മളിങ്ങനെ ഏത് സ്കൂളിലാകണം? ഇപ്പോ UK എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ സാമ്രാജ്യമാണല്ലേ. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഇങ്ങനെ വലിയ വലിയ ജീനിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നല്ല കാര്യം. പക്ഷേ all this is a knowledge about the creation. ഒരുപക്ഷെ അവിടെ ഒരു ചെയർന്നല്ല എന്താ, എന്തിന്റെ ചെയർ ഉണ്ടാവും? അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് തിയോളജിയുടെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് ആവശ്യമുള്ളത് ഓപ്ഷണൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോ നമ്മൾ അതേ സമയത്ത് ചെയ്യേണ്ടത് എന്താ? നമ്മൾ അതേ സമയത്ത് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ തന്നെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള, ദൈവത്തെ കുറിച്ചുള്ള, സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ഉള്ളിൽ സൃഷ്ടിയെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ അംശമുണ്ട്. അപ്പൊ അവർക്ക് ബാക്കിയുള്ളതെല്ലാം പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്തു പറയണം? ഈ ഉദ്ദേശത്തിലാണ് നമ്മുടെ നാട്ടിലെല്ലാം പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പള്ളിക്കൂടം നമ്മൾ യാതൊരു ബന്ധമില്ല. പള്ളിക്കൂടം മുഴുവൻ ഒരു കോമ്പറ്റീറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ പിള്ളേർ ഏറ്റവും സ്കോർ ചെയ്യണം, നമ്മുടെ പിള്ളേർ റാങ്ക് മേടിക്കണം, അവരെല്ലാം വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവണം, വലിയ ഡോക്ടർ ആവണം, അവര് പാറിൽ പോകണം, അവര് വലിയ ജോലിയൊക്കെ വേണം. അങ്ങനെ അവരെല്ലാം വികസനം. അവരുടെ ആത്മാവിലെ ഒരു വിത്ത് ആകണം എന്നത് ഏതെങ്കിലും കത്തോലിക്ക പള്ളിക്കൂടത്തിൽ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഈ കുറച്ച് ദിവസം മുമ്പ് എറണാകുളത്ത് നടന്ന ഒരു ലീഡേഴ്സ് കോൺഫറൻസിൽ യൂട്യൂബിൽ അതിന്റെ വീഡിയോ ഉണ്ട്. എമൗസ് വൺ ഡേ അടിച്ചാൽ എമൗസ്, എമൗസ് എന്ന് പറയുന്നത് കേരള കത്തോലിക്ക കരിസ്മാറ്റിക്കിന്റെ ആസ്ഥാനമാണ്. അവിടെ ഞാൻ 100 പേരുണ്ടാവുമെന്ന് അയച്ചു ചെന്നത്. 600ഓളം പേര് വന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ചാണ് എന്റെ വിഷയമായത്. അപ്പൊ അതിൽ എനിക്ക് പറയാൻ തോന്നിയതാണ് എന്തെല്ലാം മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാനുണ്ട്. നമ്മളുടെ കത്തോലിക്ക സ്കൂളുകളിൽ 1000, 2000, 3000 കുട്ടികൾ പഠിക്കുന്ന കത്തോലിക്ക സ്കൂളുകൾ എന്തിനാണ് നമ്മൾ ഇവിടുന്ന് കാശൊക്കെ കൊടുത്ത് വിട്ട് പാവപ്പെട്ടവർ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? ബയോളജി, സുവോളജി, കെമിസ്ട്രി. ആ ബയോ എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് ബയോ.
2-3 വേസ്റ്റ് ബോക്സ് ഉണ്ട് അല്ലേ? ഒന്ന് ഗ്ലാസ് വേസ്റ്റ്, ഒന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ്, മറ്റൊന്ന് ബയോ വേസ്റ്റ്. അപ്പൊ പഴത്തൊലി, വേസ്റ്റ് ഫുഡ്, ഇതെല്ലാം നമ്മൾ ആ ബയോ വേസ്റ്റിലായിടുക. അങ്ങനെയല്ലേ നിങ്ങൾ സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രിയ, ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ആ ബയോ വേസ്റ്റിൽ ഒരു ഗ്ലാസ് വീണാണെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും. ഈ ബയോ വേസ്റ്റ് ഗ്ലാസ് വേസ്റ്റ് ചേർത്തിട്ടാണെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കും. ഇവർ കിച്ചണിൽ ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ വരെ നമ്മൾക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ആ ബയോ വേസ്റ്റ് എന്നുള്ള പെട്ടി കാണുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും, ഇതാണല്ലോ നമ്മുടെ ജീവിതം അധികവും, നമ്മുടെ നോളജ് അധികവും. നമ്മൾ കളക്ട് ചെയ്യുന്ന നോളജിന്റെ അധികം ഭാഗവും ബയോയാണ്, ബയോ. അതാണ് പൗലോസ് പറയുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഏറ്റവും പ്രധാനമായതിനാൽ മറ്റുള്ളവയെല്ലാം ബയോ ആയിട്ട് ഞാൻ കണക്കാക്കിയെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അത് ആ ഉച്ചിഷ്ടം എന്നുള്ള വാക്ക് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ പറയണത്. പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം ബാക്കിയുള്ള നോളേജുകളെല്ലാം, ഇനി അതിന് വേറെ പറ്റി പറയുകയാണെങ്കിൽ മറ്റുള്ള നോളേജുകളെല്ലാം നമ്മുടെ മനസ്സിലാണ് ശേഖരിക്കപ്പെടുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നോളജോ ദൈവത്തെ കുറിച്ചുള്ള അറിവോ നമ്മുടെ ആത്മാവിൽ ശേഖരിക്കപ്പെടുന്നു. കണ്ടോ, 2 types of saving. നമ്മുടെ കമ്പ്യൂട്ടറിൽ 2 ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഒരെണ്ണം ബയോ, ഒരെണ്ണം എറ്റേണൽ. നമ്മുടെ ആത്മാവിൽ സ്റ്റോർ ചെയ്യുന്നത് എല്ലാം നിത്യതയിലേക്ക് പോകുന്നു. നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല, എന്നാൽ ശരീരവും മനസ്സും മരിക്കുന്നു. നമ്മൾ മരിക്കുമ്പോൾ അതിൽ ഉള്ള സ്റ്റോർ ചെയ്തിരിക്കുന്നതെല്ലാം ജീർണിക്കുന്നു. അപ്പോൾ നമ്മൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞു വരുന്നില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം പരലോകത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ എല്ലാ റിസോഴ്സുകളും നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ആത്മാവിൽ കയറ്റാം, നമ്മുടെ ആത്മാവിൽ സ്റ്റോർ ചെയ്യാം. ഉദാഹരണം, ദൈവത്തെ കുറിച്ചുള്ള അറിവ്, നോളജ് അബൌട്ട് ഗോഡ്. അപ്പൊ എന്താ എറ്റേണൽ ലൈഫ്? എറ്റേണൽ ലൈഫിന്റെ നിർവചനം നമ്മൾ പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞെല്ലാവരും? വാട്ട് ഈസ് എറ്റേണൽ ലൈഫ്? ഏക സത്യ ദൈവമായ, എല്ലാവർക്കും കരം ഉയർത്തി ഏറ്റുപറഞ്ഞുകൊണ്ട്, ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. നോളജ്. അപ്പൊ ഈ അറിവ്, അപ്പോ ആ ദൈവത്തെ കുറിച്ചുള്ള അറിവ്, അതായത് സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്, മറ്റൊന്ന് സൃഷ്ടിയെ കുറിച്ചുള്ള, ഇങ്ങനെ 2 നോളജാണ് നമ്മുടെ മുമ്പിൽ. ഈ സൃഷ്ടിയെ കുറിച്ചുള്ള അറിയേണ്ടതില്ല എന്നല്ല പറയുന്നത്, അറിഞ്ഞു. പക്ഷേ അതിനു മുൻപ് സൃഷ്ടാവിനെ കുറിച്ച് അറിയണ്ടേ? സൃഷ്ടാവിനെ കുറിച്ച് നമ്മൾ അറിയാതെ സൃഷ്ടിയെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾക്ക് ആന്തരികമായ ശക്തിയില്ല. ഈ കഴിഞ്ഞ ആഴ്ച അമേരിക്കയിലൊരു സഹോദരി എന്നെ പ്രാർത്ഥിക്കാൻ നമ്മളൊരു പ്രയർ നെറ്റ്വർക്കിൽ പറയാണ്, അവരുടെ ഇവിടെ ഡിട്രോയിലും ചിക്കാഗോയിലും എല്ലാം നടന്ന് ഒരാഴ്ചക്കകത്ത് 3 ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു, നമ്മുടെ ഇന്ത്യൻ മലയാളികളുടെ. ഞാനൊരു 5-6 മാസം മുമ്പ് അമേരിക്കയിലായിരുന്നപ്പോൾ ചിക്കാഗോയിലെ പറഞ്ഞു 3 കുട്ടികൾ ആത്മഹത്യ. അപ്പോ അതിന്റെ എല്ലാം ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് പ്രശ്നം ഉണ്ടായത്? അപ്പോ ഒരാൾക്ക് അതിനൊരു കാര്യം അറിയായിരുന്നു. ഒരാൾ പറയാണ്, അവൻ ഒരു ഡോക്ടർ ആകണമെന്നാണ് അവരുടെ അപ്പനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കസിൻസിന്റെ ഒക്കെ മക്കൾ ഡോക്ടർമാരായിരുന്നു. മനസ്സിലാണ് നമ്മളുടെ ഒരു പ്രശ്നം തന്നെ. നമ്മുടെ കസിൻസിന്റെ മക്കളൊക്കെ ഡോക്ടറാവണം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മക്കളും അവരുടെ മകനും ഡോക്ടറാണ്. പക്ഷെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവഹിതം എന്തെന്നോ ദൈവത്തിന്റെ പദ്ധതി എന്തെന്നോ ഒന്നും നമ്മളവിടെ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നു അവൻ ഡോക്ടറാണ്, അതുകൊണ്ട് നമ്മുടെ മോനും
അവനെ നിർബന്ധിച്ച് ഡോക്ടറാകാൻ പറ്റും. അവൻ അവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു പോന്നു. അവൻ പറഞ്ഞു, ഇത് എനിക്ക് ഇതല്ല എൻ്റെ വിളി, എനിക്കിത് മനസ്സിലാവുന്നില്ല, എനിക്കിത് പറ്റില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു പോകും. മാതാപിതാക്കള് ഭയങ്കര അപ്സെറ്റായി. ഇവന്റെ ഭാവിയേക്കാൾ ഉപരി ഇവർ അപ്സെറ്റായത് എന്തുകൊണ്ടാണ് മനസ്സിലായത്? അത് കഴിഞ്ഞപ്പോ അവനോട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് നീ ഒരു ലോയറെങ്കിലും ആണ്. അവിടെ അറ്റോർണിക്ക് ഭയങ്കര ഡിമാൻഡാണ് തോന്നുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? അതും അവന്റെ ചോയ്സ് അല്ല, അവന്റെ ക്യാരിസവും അല്ല, അവന്റെ വിളിയുമല്ല. അവൻ എന്തായാലും മാതാപിതാക്കൾ പറയണത് അനുസരിക്കാമെന്ന് വിചാരിച്ച് അവൻ അത് പഠിച്ചു. അവൻ അതിന്റെ എൻട്രൻസിന് പോയി മടങ്ങി വന്നപ്പോ ഒരുപക്ഷെ അവൻ പെർഫോം ചെയ്തില്ലായിരിക്കാം. അവന് ഈ മാതാപിതാക്കളെ ഫേസ് ചെയ്യാനുള്ള ഇന്നർ സ്ട്രെങ്ത് ഇല്ലായ്മ കൊണ്ട് അവൻ നേരെ ഗാരേജിൽ പോയി തൂങ്ങിച്ചത്. ആലോചിച്ച് നോക്കി, നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിലുള്ള പൊള്ളത്തരല്ല. നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ ആന്തരിക